മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തികച്ചും വ്യത്യസ്തമായ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒരു സിനിമയെക്കുറിച്ച്, പുലിമുരുകൻ എന്ന സിനിമ. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുമോ എന്നറിഞ്ഞൂടാ. സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കാണും. നമ്മുടെ കേരള മുഖ്യമന്ത്രി വരെ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആ പടം റിലീസ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം കുടുംബസമേതം ചെന്ന് കാണുകയുണ്ടായി. ആ സിനിമയെക്കുറിച്ചോ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചോ കാര്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം, ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ആ സിനിമ റിലീസ് ചെയ്തത് എന്ന് പത്രത്തിൽ വായിച്ചു. ഇത് നവംബർ 7 കഴിഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ മാത്രം 65 കോടി രൂപ കളക്ട് ചെയ്തു. പിന്നെ മറ്റ് സ്ഥലങ്ങളിലും വിദേശങ്ങളിലും ഉൾപ്പെടെ ചേർത്താൽ ഒരു മാസത്തിനുള്ളിൽ 100 കോടി രൂപയുടെ കളക്ഷൻ ഉണ്ടായി. 25 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ സിനിമ ഒരു മാസത്തിനുള്ളിൽ 100 കോടി രൂപ കളക്ട് ചെയ്തതും ഇത്രയും അധികം വിജയമായതും സാധാരണ ഭാരതീയ പൈതൃകം തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രം വിഷയങ്ങൾ ഒതുക്കി നിർത്തുന്ന നിങ്ങൾ എന്തിനാണ്, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ഒരാൾ ചോദിക്കില്ല എന്ന് എനിക്കറിയാം. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള വലിയ ഒരു ചെറിയ കാര്യമാണ്, നമ്മുടെ നാട് ധന്യമായി വളരുമ്പോൾ, ഉയരുമ്പോൾ, ഉണരുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള നേട്ടങ്ങളും വലിയ വലിയ നേട്ടങ്ങളാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ എടുത്ത് ദശാവതാരമോ യന്ത്രനോ അതുമാതിരിയുള്ള സിനിമ വേറൊരെണ്ണം കൂടി അടുത്ത കാലത്ത് കബാലിയോ മറ്റൊക്കെ ഉണ്ടായി. 100, 200, 500 കോടി രൂപ ബാഹുബലിക്കൊക്കെ ചെലവാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ കളക്ഷൻ അവർ ഉണ്ടാക്കിയത്. പക്ഷേ ഈ പുലിമുരുകൻ എന്ന സിനിമയിൽ ഇവരൊക്കെ വളരെ സാധാരണക്കാരായ ഒരു വേഷത്തിൽ ജീവിക്കുന്ന രീതിയിലാണെന്ന് പോസ്റ്ററിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഒരു വിഭാഗം ജനത, സിനിമാ നടന്മാരും സിനിമാ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും വിചാരിച്ചാലും സാധാരണ കഥകളിൽ നിന്ന്, നമ്മളെ പോലെയുള്ള സംഘടനകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, അഭിനേതാക്കളിൽ നിന്ന് വലിയ 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 കോടാന കോടി രൂപ ചെലവാക്കാതെ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഉറപ്പാണ്. ഹോളിവുഡിലും ബോളിവുഡിലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന 100 കോടി എന്നുള്ളത് ഇന്ന് കേരളത്തിലും 100 കോടി രൂപ ഉണ്ടാക്കുന്ന കളക്ഷൻ ഒരൊറ്റ മാസം കൊണ്ട് ഉണ്ടാക്കുന്ന, അതും ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് വളരാൻ സാധിച്ചു എങ്കിൽ, വളരുന്ന കാര്യത്തിൽ ഡോക്ടർ CV രാമൻ പറഞ്ഞ പോലെ ആകാശത്തിന് താഴെ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എത്താൻ സാധിക്കും. അണ്ടർ ദി സ്കൈ, ഇഫ് യു വുഡ് ലൈക്ക് ടു സെറ്റ് യുവർ ഗോൾ, നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ഒരു മലയാള സിനിമ. വളരെയധികം പേര് കേട്ട ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മോഹൻലാലിനെ എനിക്കിഷ്ടമാണ്. നല്ല രീതിയിൽ ധന്യമായി സിനിമയിൽ ജീവിക്കുകയും ജീവിതത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നവരാണോ എന്ന് പോലെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിനിമ കേരളത്തിന്, ഭാരതത്തിൻ്റെ മുമ്പിൽ ഒരു ഉജ്ജ്വലമായ റെക്കോർഡ് ഉണ്ടാക്കി തന്ന, അതിൻ്റെ അഭിമാനത്തോടു കൂടി വളരെ വളരെ സാധാരണ തീം എടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത. അങ്ങനെ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ്
ഈ ഉജ്ജ്വലമായിട്ടുള്ള നേട്ടം ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമുക്കത് സാധിക്കില്ല, എനിക്കത് പറ്റുമോ, നമ്മളെപ്പോലുള്ളവർക്കത് അവിടെ എത്താൻ പറ്റുമോ, ഇങ്ങനെയുള്ള അപകർഷതാബോധമോ അശുഭാപ്തി വിശ്വാസമോ, ശുഭാപ്തി വിശ്വാസമല്ല, അശുഭാപ്തി വിശ്വാസമോ ഒക്കെ കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാതിരുന്നാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. ഉജ്ജ്വലമായിട്ടുള്ള ലക്ഷ്യം മുമ്പിൽ വെച്ച് പ്രവർത്തിക്കുക. ബാക്കി പ്രകൃതിയും ജഗതീശ്വരനും ഭാരതവും സമൂഹവും ഇന്ന് ഈ നന്മ ചെയ്യുന്നവരെ വളർത്താനും ഉയർത്താനും ഉണർത്താനും അനുഗ്രഹിക്കാനും എല്ലാം ഉണ്ട്. അതുകൊണ്ട് കേരളീയർക്ക്, ഭാരതത്തിലെ സിനിമ പ്രേമികൾക്കും ഭാരതത്തിലെ ഏത് നേട്ടത്തിലും അഭിമാനിക്കുന്നവർക്കും കേരളത്തിലെ ഈ ചെറിയ നേട്ടം ഭാരതത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ നേട്ടമായി മാറുന്നു എന്ന് എനിക്ക് ആ പേര് കേട്ടപ്പോഴും, അതുപോലെ തന്നെ ഈ ഒരു മാസം കൊണ്ട് 100 കോടി രൂപ കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴൊക്കെ അഭിമാനം തോന്നി. ആർക്കും എന്തും എവിടെ വരെയും എത്താൻ സാധിക്കും. മനസ്സിനകത്ത് ഇച്ഛാശക്തിയും തലച്ചോറിനകത്ത് ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ഈ സിനിമ എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് കണ്ടിട്ടുള്ള കമൻ്റ് അല്ല, അതിൻ്റെ നേട്ടം വായിച്ചിട്ടുള്ള കമൻ്റ് ആണെന്ന് കൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.